RSSൻ്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് വന്നു മടങ്ങി. ഒരു ഇളങ്കാറ്റ് പോലെയാണ് അദ്ദേഹം വന്നത്. പക്ഷേ കൊടുങ്കാറ്റുകൾ ബാക്കിയാണ്. കേരളം ഇത്രമേൽ കൗതുകത്തോടെ കാത്തിരിക്കുന്ന മറ്റൊരാൾ വേറെ ആരുമില്ല എന്നൊരിക്കൽ കൂടി മോഹൻജിയുടെ കേരള സന്ദർശനം തെളിയിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹം വരുന്നു എന്നുള്ളത് എല്ലാ പത്രങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലും ഒരു ചെറിയ വാർത്തയായിരുന്നു. പക്ഷേ വന്നു പോയതിന് ശേഷം ഒരു ഇളങ്കാറ്റ് വന്ന് പിന്നെ കൊടുങ്കാറ്റ് ബാക്കി വെച്ചു പോയി എന്ന് പറഞ്ഞാൽ ഒട്ടും തെറ്റില്ല. എന്താണ്, അദ്ദേഹം തൃശ്ശൂരും തിരുവനന്തപുരത്തൊക്കെയുള്ള പരിപാടികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്തെ പരിപാടികളിൽ കേരളത്തിലെ 3 സർവകലാശാലയുടെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തു. അതാണ് വലിയ വിവാദം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി തുടങ്ങി സകലരും അത് ഏറ്റെടുത്തു. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നത് എന്ന തരത്തിലാണ് പിണറായി വിജയൻ പ്രതികരിച്ചത്. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കെ 2025 ജൂലൈ 27 നടന്ന ജ്ഞാനസഭയിൽ, ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ് സംഘടിപ്പിച്ച ജ്ഞാനസഭയിൽ കേരളത്തിലെ 3 VC-മാർ പങ്കെടുത്തിരുന്നു. അതൊരു വൈജ്ഞാനിക വേദിയായിരുന്നു. അവിടെ സംഘം ക്ഷണിച്ചതനുസരിച്ച് 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ബിന്ദു അടക്കമുള്ളവർ അന്ന് പറഞ്ഞത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. ഇപ്പോഴും സംഘത്തിൻ്റെ 100 വർഷത്തെ യാത്രയുടെ ഭാഗമായി സംഘത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പൗരപ്രമുഖന്മാരടക്കമുള്ളവരുടെ യോഗങ്ങൾ സർസംഘചാലക് പങ്കെടുത്ത് വിളിച്ചു ചേർന്നു. അതിൽ കേരളത്തിലെ 3 VC-മാർ മോഹൻ കുന്നുമ്മൽ, ഡോക്ടർ ഡി മാവൂത്ത്, ഡോക്ടർ CR പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. അത് വലിയ വാർത്തയാണ്. ഇവരാരും രഹസ്യമായി പോയതല്ല. ഇവരൊക്കെ പരസ്യമായി ക്ഷണം കിട്ടി പങ്കെടുത്തവരാണ്. അങ്ങനെ രഹസ്യമായി പോകേണ്ട കാര്യമല്ലല്ലോ. RSSൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ അല്ല, ഇന്ത്യയിലെമ്പാടും ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ പങ്കെടുക്കാറുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി പങ്കെടുക്കാറുണ്ട്. കൊച്ചിയിൽ സംഘശതാബ്ദിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം വിളിച്ചൊരു മീറ്റിങ്ങിൽ കേരളത്തിലെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് JB കോശി പങ്കെടുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാനുണ്ടായിരുന്ന യോഗത്തിൽ. അപ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള ആളുകളുമായി സംവദിക്കാൻ RSS എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയാനുള്ള ഒരു വേദി സംഘം ഒരുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാവരെയും വിളിക്കും. ആരെയും പുറത്താക്കുന്ന രീതിയല്ല RSSനുള്ളത്. എല്ലാവരെയും ചേർത്ത് നിർത്തുക, എല്ലാവരോടും സംസാരിക്കുക എന്നതാണ് RSSൻ്റെ ശൈലി. ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, തൻ്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്തവരെയൊക്കെ ശത്രുക്കൾ എന്ന് കണ്ട് അകറ്റി നിർത്തുന്ന രീതി സംഘത്തിനില്ല. സംഘം എല്ലാവരെയും ചേർത്ത് പിടിക്കും. സംഘത്തിൻ്റെ വേദിയിലേക്ക് സംഘം ക്ഷണിക്കുന്ന ആളുകൾ സംഘത്തിൻ്റെ ആശയങ്ങൾ ഏറ്റെടുക്കുന്നവർ മാത്രമാവണമെന്നില്ല. അവരോട് സംഘത്തെക്കുറിച്ച് പറയാം, അവർക്ക് സംഘത്തെക്കുറിച്ച് ചോദിക്കാം. അതിനുള്ള മറുപടികൾ കൊടുക്കുന്ന ഒരു സംവാദ വേദികളായിട്ടാണ് സംഘം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 100 വർഷം കൊണ്ട് രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും വേരുകളുള്ള, ആഴത്തിൽ വേരുകളുള്ള ഒരു വലിയ വടവൃക്ഷമായി രാഷ്ട്രീയ സ്വയം സേവക സംഘം വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത്. സംഘത്തിൽ നിന്ന് ആർക്കാണ് മാറി നിൽക്കാൻ കഴിയുന്നത്? സംഘത്തെ ആർക്കാണ് മാറ്റി നിർത്താൻ കഴിയുക? നോക്കൂ, നമ്മുടെ രാജ്യമെടുത്താൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശരീരഘടനയിൽ രാഷ്ട്രപതി മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ ഉപരാഷ്ട്രപതി മുതൽ ഈ പാർലമെൻറ്റിൻ്റെ സ്പീക്കർ മുതൽ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം നിയമസഭയിലും പാർലമെൻറ്റിലുമുള്ള ആളുകളുടെ പ്രാതിനിധ്യം അടക്കം, കേരളത്തിൽ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം സംഘത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട, വേണമെങ്കിൽ RSSകാരെന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാവുന്ന BJPക്ക് പ്രാതിനിധ്യമുണ്ട്. കേരളത്തിൽ 3 MP-മാരുണ്ട്, കേന്ദ്രമന്ത്രിമാർ 2 പേരുണ്ട്, 3 MLA-മാരുണ്ട്, ഒരു MP, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ഉണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ ഏത് മേഖലയിൽ നിന്നാണ് സംഘം മാറി നിൽക്കുന്നത്? രാജ്യത്തിൻ്റെ ഏത് മേഖലയിൽ നിന്നാണ് സംഘത്തെ മാറ്റി നിർത്താൻ കഴിയുക? സംഘത്തിൽ നിന്ന് ആര് മാറി നിന്നിട്ടുണ്ട്? ഇപ്പോൾ വിമർശിക്കുന്ന, മാപ്പ് പറയണം ഈ വൈസ് ചാൻസലർമാർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുത്തിട്ടില്ലേ സംഘത്തിൻ്റെ പരിപാടികളിൽ? ചിത്രങ്ങൾ സഹിതം പുറത്തു വരുന്നുണ്ടല്ലോ. ഇന്ന് കാബ സുരേന്ദ്രൻ അദ്ദേഹം പങ്കെടുത്ത ഒരു വേദിയിൽ സതീശൻ പങ്കെടുത്ത് പ്രസംഗിച്ചതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു നോട്ട് ഇട്ടിട്ടുണ്ട്. സംഘം അങ്ങനെയാണ്. സംഘം വായു പോലെയാണ്, പ്രാണവായു പോലെയാണ്. സമസ്തരിലൂടെയും അത് കടന്നു പോകുന്നു. ആർക്കും അതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഇപ്പോൾ സംഘത്തിൻ്റെ പരിപാടികളിൽ VC-മാർ പങ്കെടുത്ത് മഹാപരാധം എന്നാണെങ്കിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹൈദരാബാദിൽ ഉള്ള നാഷണൽ പോലീസ് ട്രെയിനിങ് അക്കാഡമിയിൽ പോലീസുകാർക്ക്, IPS ഉദ്യോഗസ്ഥന്മാർക്ക്, IFSകാർക്ക്, CRPFലെ മുതിർന്ന ഓഫീസർമാർക്ക് പരിശീലനം കൊടുക്കാൻ ഈ സതീശൻ്റെ പാർട്ടിക്കാരായ കോൺഗ്രസ് ഒരു പരിശീലകനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണെന്നറിയാമോ? UPA ഭരണകാലത്ത് സാക്കിർ നായിക്ക്. 2013 മെയ് 13 സാക്കിർ നായിക്ക് വന്നിട്ട് ജിഹാദ്, ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ന പേരിൽ IPS ഓഫീസർമാർക്കും IFS ഓഫീസർമാർക്കും CRPFൻ്റെ തലവന്മാർക്കും നാഷണൽ പോലീസ്
അക്കാഡമിയിൽ ക്ലാസ് എടുത്തത്. എന്നിട്ട് മാസം 2 വീതം 12 ക്ലാസ്സുകൾ സക്കീർ നായിക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെയല്ലല്ലോ ഇത്. രാജ്യവിരുദ്ധത, ഭീകരവാദം, ജിഹാദ് എന്നതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ സാക്കിർ നായിക്കിനെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണചക്രം ധരിക്കുന്ന ബ്യൂറോക്രസിക്ക്, ക്രമസമാധാനം പാലിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥർക്ക് ജിഹാദിനെ കുറിച്ച് ക്ലാസ് എടുപ്പിച്ച കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ സർസംഘചാലകിൻ്റെ പരിപാടിയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തു. അവർ പങ്കെടുത്ത യോഗത്തിൽ സർസംഘചാലക് എന്താണ് പറഞ്ഞത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സർസംഘചാലക് പറഞ്ഞത് വിദ്വേഷ പ്രസംഗമല്ല. പിണറായി വിജയൻ പറയുന്നു വർഗീയ വേദിയിൽ പങ്കെടുത്തു. എന്തു വർഗീയതയാണ് പൂജനീയ മോഹൻജി ഭാഗവത് പറഞ്ഞത് എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്ന് പത്രങ്ങളിൽ, മാധ്യമങ്ങൾക്കൊന്നും പ്രവേശനം ഉണ്ടായിരുന്ന മീറ്റിംഗ് ആയിരുന്നില്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അദ്ദേഹവുമായി മാധ്യമപ്രവർത്തകർ സംവദിച്ചതിൻ്റെയും വാർത്തകൾ ഇന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ 2-3 കാര്യങ്ങൾ സർസംഘചാലക് പറഞ്ഞു. അതിലൊന്ന്, നമ്മളെല്ലാവരും പറയാറുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഭൂരിപക്ഷ വിഭാഗങ്ങൾ എന്ന് സംഘപ്രവർത്തകരും പറയാറുണ്ട്. മോഹൻജി പറയുന്നു നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗം, ഭൂരിപക്ഷ വിഭാഗം എന്ന് പറയുന്ന 2 വേർതിരിവുകളില്ല. എല്ലാം ഒരൊറ്റ ജനതയാണ്. ഭൂരിപക്ഷ ജനതയും ന്യൂനപക്ഷ ജനതയും അടങ്ങുന്ന ഒരൊറ്റ ജനത, ഭാരതീയർ എന്ന് പറയുന്ന ഒരു ജനത മാത്രമേ നമുക്കുള്ളൂ. സംഘത്തിന് ആരും അന്യരല്ല. ഹിന്ദു എന്നാൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യമാണ്. ആ അർത്ഥത്തിൽ ഭാരതത്തിൽ ജനിച്ച എല്ലാവരും ഹിന്ദുക്കളാണ്. നമ്മൾ ആലോചിക്കണം, ഓരോ രാജ്യത്തിനും അവരുടേതായ ദേശീയ സാംസ്കാരിക പൈതൃകമുണ്ട്. അറബി നാടുകൾക്ക് അറബി സംസ്കാരം, ഇന്ത്യക്ക് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. ഭാരതത്തിൻ്റെ സംസ്കാരമാണ് ഹിന്ദു എന്ന് പറയുന്നത്. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഈ മഹത്തായ പുണ്യഭൂമിയുടെ സംസ്കാരമാണ്. അങ്ങനെ ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇവിടെ ജനിച്ചു ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ്. ഇതാണ് സർസംഘചാലക് പറഞ്ഞത്. ഒരു വലിയ ചോദ്യം, ന്യൂനപക്ഷങ്ങൾക്കെതിരാണോ RSS എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ന്യൂനപക്ഷവും ഇല്ല, ഭൂരിപക്ഷവും ഇല്ല, നമ്മളെല്ലാം ഭാരതീയരാണ്. ഇത്ര ഉദാത്തമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തെയാണ് പിണറായി വിജയൻ വർഗീയ പാർട്ടി, വർഗീയ സംഘടന എന്ന് പറയുന്നത്. RSSനെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നവർക്ക് എന്താണ് രാഷ്ട്രീയ പാർട്ടി എന്നും എന്താണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം എന്നതും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞുകൂടാത്തതാണ്. അവരോട് നമുക്ക് ക്ഷമിക്കാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, വളരെ കൃത്യമായി അർത്ഥശങ്കകൾക്കിടയില്ലാതെ സർസംഘചാലക് RSSൻ്റെ നയം പറഞ്ഞു. ഭാരതീയർ ഒറ്റ ജനതയാണ്. അവിടെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വേർതിരിവുകളില്ല. നമ്മൾ ഒറ്റ ജനതയാണ്. കാരണം ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും ബുദ്ധൻ്റെയും ജൈനൻ്റെയും സിഖുകാരൻ്റെയും ഒക്കെ സംസ്കാരമാണ്. അവർ എല്ലാവരും ഇവിടെ ജനിച്ചവരാണ്. അവരുടെ ഇന്നത്തെ തലമുറ മാത്രമല്ല, ഇന്നലകളിൽ കടന്നുപോയ തലമുറയും ഈ രാജ്യത്ത് ജനിച്ചവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ ചില ആക്രമണങ്ങൾ നടക്കുന്നുണ്ടല്ലോ, സർസംഘചാലക് എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ മറ്റുള്ളവരെ ആക്രമിക്കുക എന്നുള്ളത് സംഘത്തിൻ്റെ രീതിയല്ല, സംഘത്തിന് അതുമായിട്ടൊരു ബന്ധവുമില്ല. പിന്നെ ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ മതപരിവർത്തന ശ്രമങ്ങൾ ഉണ്ടോ എന്നത് ഈ വിമർശനവും ആക്ഷേപവും ഉന്നയിക്കുന്ന ആളുകൾ പരിശോധിക്കേണ്ടതാണ്. സ്വയം പ്രേരിതരായി ഒരാൾക്ക് മതം മാറാൻ അവകാശമുണ്ട്. എന്നാൽ നിർബന്ധിച്ച്, ഭീഷണിപ്പെടുത്തി, സമ്മർദ്ദം ചെലുത്തി, പ്രലോഭിപ്പിച്ച് മതം മാറുന്നത് ശരിയായ നടപടിയല്ല. ബലപ്രയോഗത്തിലൂടെ നടത്തേണ്ട ഒന്നല്ല മതപരിവർത്തനം. അത് തെറ്റാണ്. പക്ഷേ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് അതിനെ നേരിടേണ്ടത്. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതാണ് വേണ്ടത് എന്ന് സർസംഘചാലക് ഓർമ്മിപ്പിച്ചു. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ ഈ ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞു. ഇങ്ങനെ സർസംഘചാലക് വന്നു മടങ്ങി. പക്ഷേ കേരളത്തിൽ വലിയ വിവാദമാണ്. എന്തു ചെയ്യും? പിണറായി വിജയൻ്റെ ഒക്കെ വാക്ക് കേട്ട് VD സതീശൻ VCമാരെ പുറത്താക്കുമോ? അതിനുള്ള അധികാരം ഇല്ലെന്നേ. വൈസ് ചാൻസലർമാരെ പുറത്താക്കാനുള്ള അധികാരം VD സതീശനില്ല, സംസ്ഥാന മന്ത്രിസഭയ്ക്കില്ല. വേണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഒരു അന്വേഷണം നടത്താം, വിശദീകരണം ചോദിക്കാം, എന്നിട്ട് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കത്തെഴുതി ഗവർണർക്ക് കൊടുക്കാം. ഗവർണർ ഉടനെ നടപടി എടുക്കും. ഗവർണർ പോലും സത്യത്തിൽ സംഘത്തിൻ്റെ പ്രവർത്തകനാണ്. അദ്ദേഹം മുമ്പൊരിക്കൽ ഗവർണറായി 6 ഏക്കർ ചുമതലയേക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം
അടിയന്തരാവസ്ഥ തടവുകാരനായിട്ട് ജയിലിലേക്ക് ചെല്ലുന്നു. ജയിലിൽ ഇങ്ങനെ ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കാൻ ക്യൂ നിന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ അടുത്ത് നിൽക്കുന്നു അടുത്ത ക്യൂവിൽ അദ്ദേഹത്തിൻ്റെ പിതാവ്. വീട്ടുകാരും ആരും അറിഞ്ഞിരുന്നില്ല അദ്ദേഹം അറസ്റ്റിലായിട്ട് ജയിലിൽ കഴിയുകയായിരുന്നു. അങ്ങനെ സംഘപ്രവർത്തകനായി ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ആളാണ് നമ്മുടെ കേരളത്തിൻ്റെ ഗവർണർ. ആ കേരളത്തിൻ്റെ ഗവർണറാണോ ഈ വി സിമാർക്കെതിരെ നടപടി എടുക്കാൻ പോകുന്നത്? സംഘത്തെ വേർനിർത്തി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. വലിയ പ്രചാരണ കോലാഹലങ്ങളില്ലാതെ, സ്വാഗത കമാനങ്ങളില്ലാതെ സർസംഘചാലക് വന്നു. ആദ്യം പറഞ്ഞതുപോലെ ഇളങ്കാറ്റ് പോലെ അദ്ദേഹം വന്നു. ഒരു കൊടുങ്കാറ്റ് ബാക്കി നിൽക്കുകയാണ്. കേരളം മുഴുവൻ മോഹൻജി ഭാഗവത് വന്നു പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയാണ്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ലാറ്റിൻ ഭാഷയിലുള്ള ഒരു പ്രയോഗമാണ് വിനി വിസി വിഡി, വന്നു കണ്ടു കീഴടക്കി. ഇത് ജൂലിയസ് സീസർ പറഞ്ഞതായിട്ടാണ് പറയപ്പെടുന്നത്. അദ്ദേഹം BC 47 സേല യുദ്ധം കഴിഞ്ഞ് റോമൻ സെനറ്റിന് അയച്ച ഒരു സന്ദേശമാണ്, ഞാൻ വന്നു കണ്ടു കീഴടക്കി. അവിടെ പോണ്ടസിലെ രാജാവായിരുന്ന ഫർണാസസ് രണ്ടാമൻ രാജാവിനെ വളരെ നിസ്സാരമായി വളരെ പെട്ടെന്ന് കീഴടക്കിയതിന് ശേഷം അദ്ദേഹം അയച്ച മെസ്സേജാണ് വിനി വിസി വിഡി, ഞാൻ വന്നു കണ്ടു കീഴടക്കി. അങ്ങനെ സർസംഘചാലക് കേരളത്തിൽ വന്നു, കാണേണ്ടവരെ കണ്ടു, പറയേണ്ടത് പറഞ്ഞു. കേരളത്തിൻ്റെ രാഷ്ട്രീയം ഏതാനും ദിവസത്തേക്ക് അദ്ദേഹം സ്റ്റീൽ ചെയ്തിരിക്കുന്നു, കവർന്നെടുത്തിരിക്കുന്നു, കീഴടക്കിയിരിക്കുന്നു. എല്ലാ ചർച്ചകളും ഇപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലക് കേരളത്തിൽ വന്നതിനെക്കുറിച്ചാണ്. നോക്കൂ, എത്ര വലിയ സ്വാധീന ശക്തിയാണ് കേരളത്തിൽ RSS എന്ന് തെളിയിക്കാൻ. ഇതിൽ പരം എന്താണ് പറയാനിരിക്കുന്നത്? 3 മുന്നണികൾ ഇപ്പോൾ 2 കൂട്ടർ എതിർക്കാനും 1 കൂട്ടർ പ്രതിരോധിക്കാനും എന്ന തരത്തിലേക്ക് മാറുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത്, ഏറ്റവും ശക്തമായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്നത് RSSനാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒന്നായി മാറി സർസംഘചാലകൻ്റെ കേരള സന്ദർശനം എന്ന് പറയാതെ വയ്യ. പ്രിയമുള്ളവരെ, ഇന്ത്യ ലൈവ് നിരന്തരം നമ്മുടെ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യണേ.